ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ്. നമ്മുടെ വീടുകളിലൊക്കെ കൊതുകിൻ്റെ ശല്യം വളരെയധികം കൂടി വന്നിരിക്കുകയാണ്. മഴക്കാലം ആയതോട് കൂടിയിട്ട് നമ്മൾ രോഗങ്ങൾ പരത്തുന്ന ഈ കൊതുകുകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അസുഖങ്ങൾ പരത്തുന്ന ഈ കൊതുകുകളെ നമുക്ക് എങ്ങനെ നാച്ചുറലായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പുകച്ച് ഓടിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പലതരത്തിലുള്ള സ്മെല്ലുള്ള കൊതുക് തിരികളും അതേപോലെ തന്നെ ഹിറ്റും ഒക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേറൊരു തരത്തിൽ ഉപദ്രവം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ നാച്ചുറലായിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമുക്കിതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ഈ ഞാൻ മൂന്ന് സാധനങ്ങളാണ് ഇതിൽ ചേർക്കുന്നത്. അതാദ്യം തന്നെ 2 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണിത്. വെളുത്തുള്ളിയുടെ മണം കൊതുകിന് തീരെ ഇഷ്ടമില്ലാത്തൊരു മണമാണ്. അതുപോലെ തന്നെ വേപ്പെണ്ണ ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ നമുക്ക് വേപ്പെണ്ണ ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് വെളുത്തുള്ളി ആണെങ്കിൽ 3 അല്ലി വെളുത്തുള്ളി ചേർക്കാവുന്നതാണ്. ഇത് വലിയ സൈസ് വെളുത്തുള്ളി ആയിരുന്നു, അതുകൊണ്ട് 2 അല്ലി മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം വേപ്പെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 4 കർപ്പൂരം. ഈ 3 എണ്ണത്തിൻ്റെ സ്മെല്ലും കൊതുകിന് ഇഷ്ടമില്ലാത്തതാണ്. അതിൽ 2 കർപ്പൂരം നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുകയാണ് അതിൽ ചെയ്യുന്നത്. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പാത്രത്തിലല്ല നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇത് മിക്സ് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വിളക്കൊക്കെ വെക്കാൻ യൂസ് ചെയ്യുന്ന, കാർത്തിക വിളക്കൊക്കെ വെക്കാൻ യൂസ് ചെയ്യുന്ന ചിരാത് പോലെയുള്ള ഏതെങ്കിലും ഒരു മൺപാത്രത്തിൽ ഈ മിക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് 1-2 കർപ്പൂരം കൂടി ഒന്ന് പൊടിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ആ പൊടിച്ചിട്ട് കൊടുക്കും കൂടി ചെയ്യുമ്പോൾ നമുക്ക് വേഗം കത്തി വരാനും എല്ലാം സഹായിക്കും. ഈ 3 എണ്ണത്തിൻ്റെ സ്മെല്ലും കൂടി ആകുമ്പോൾ കൊതുകുകൾക്ക് അവിടെ നിൽക്കാൻ പറ്റുകയില്ല. പിന്നെ അതേപോലെ തന്നെ ഈ കർപ്പൂരത്തിൻ്റെ മണം വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ കൊതുകുകൾക്ക്. അപ്പോൾ ഒരു കർപ്പൂരം നമുക്ക് മാറ്റി വയ്ക്കാം. ഈ തീയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറേശ്ശായിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കത് കത്തിച്ച് വെക്കാവുന്നതാണ്. പിന്നെ ഇങ്ങനെ കത്തിച്ച് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ തുണികളൊക്കെ കൂട്ടി വെച്ചിട്ടുള്ള സ്ഥലത്ത് നിങ്ങളിത് കത്തിച്ച് വെക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ അടുത്ത് വെച്ചിരുത്. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കും വേണം. ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 3 സാധനങ്ങൾ കൂടി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് പുറത്തൊക്കെ ഒന്ന് വീടിൻ്റെ 4 സൈഡിലും ഒന്ന് തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെയുള്ള കൊതുകുകളെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ഉപയോഗശൂന്യമായ പാത്രങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടാവും. ഈ മഴവെള്ളം നിറഞ്ഞതിന് ശേഷം അതിൽ കൊതുകുകൾ മുട്ടയിട്ടിട്ട് അത് കൊതു പെരുകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ ആമ്പലം അതേപോലെ താമരയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ ഗപ്പി മീനുകളെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കൊതുക് ശല്യങ്ങൾ ഉണ്ടാവില്ല. മാത്രമല്ല സന്ധ്യാനേരത്ത് ഒരുപാട് കൊതുകുകൾ നമ്മുടെ വീടിനകത്ത് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ ജനലും വാതിലുകളൊക്കെ ഒന്ന് അടച്ചിടുക. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.